ഞാൻ നിങ്ങളുടെ S3 കോംപ്ലിമെൻ്ററി ക്ലാസ് എടുക്കാനായിട്ട് വന്ന നിഷാറാണി ടീച്ചറാണ്. എൻ്റെ പേരെന്നെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. നിങ്ങളെ എല്ലാവരെയും എനിക്ക് പരിചയമില്ല, നിങ്ങളുടെ ക്ലാസ്സിൽ ആരെയും എനിക്ക് പരിചയമില്ല, ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ടുമില്ല. ഇപ്പം ഈ പ്രത്യേക സാഹചര്യത്തിൽ, കൊറോണയുടെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ നിവൃത്തിയില്ലാതെ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളെ കാണുകയാണ്. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് എടുക്കാൻ നോക്കുകയാണ്. എന്തെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകാതെ ഉണ്ടെങ്കിലോ അതിനെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ തന്നെയാണോ എടുക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഒരു പക്ഷേ ഗസ്റ്റ് ലെക്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇനി ക്ലാസ്. ഞാൻ ഫസ്റ്റ് 2 സെമസ്റ്റർ നിങ്ങൾക്ക് എടുത്തിട്ടില്ല. ഇപ്പം 3rd സെമസ്റ്ററിന് ഇപ്പം നിങ്ങൾക്ക് ആരും ഈ പോർഷൻസ് എടുക്കാത്തതുകൊണ്ട് ഞാൻ വന്ന് എടുക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ബുദ്ധിമുട്ട് മനസ്സിലാകാതെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് എന്നെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കുകയോ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകും. ഞാൻ ഇന്ന് നമ്മുടെ നിങ്ങൾക്ക് ബോർഡ് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എടുക്കാൻ പോകുന്നത് എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോറെഗുലേഷൻ. ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സമയം എത്രയെന്ന് അറിയാമോ? 7 മണിയാകുമ്പോൾ സന്ധ്യക്ക് 7 മണി വിളക്കെല്ലാം കത്തിച്ചിട്ട് വളരെ സന്തോഷമായിട്ട് ഇരുന്ന് പഠിപ്പിക്കുക. പകലൊന്നും ചെയ്തില്ല, കുറച്ച് വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്തു. എന്നിട്ട് ഇപ്പം അതൊക്കെ കുളിച്ച് റെഡിയായി വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങളെ പഠിപ്പിക്കാൻ പോവുക. അപ്പം ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി ഡിന്നർ ഉണ്ടാക്കും. പിള്ളേർക്കും ഭർത്താവിനൊക്കെയുള്ള ഡിന്നർ ഉണ്ടാക്കും. അപ്പം ഡിന്നർ ഉണ്ടാക്കാനായിട്ട് ഞാൻ അടുക്കളയിൽ കയറുമ്പം അടുക്കള എങ്ങനെ ഇരിക്കണം, വൃത്തി മെനയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാനായിട്ട് ഒരു സന്തോഷവും ഒക്കെ തോന്നത്തില്ലേ? അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കിയ അടുക്കള എങ്ങനെ ഇരിക്കണം? ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ അടുക്കള വൃത്തിയായിട്ട് ഇരുന്നാലേ എനിക്ക് അടുത്ത ഡിന്നർ ഉണ്ടാക്കാനായിട്ട് സന്തോഷം തോന്നുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ബോഡി, എനിക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. അതുപോലെ തന്നെയാണ് ഈ സെല്ലുകൾക്കും. സെല്ലുകൾ എപ്പോഴും മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. ആ ആക്ടിവിറ്റീസിനോടൊപ്പം തന്നെ നമ്മൾ അടുക്കളയിൽ കയറി ആക്ടിവിറ്റീസ് നടത്തുമ്പോൾ എങ്ങനെയാ? തോലുരിയുന്നു, പിന്നെ മട്ട എടുക്കുന്നു, ചായ ഇരിക്കുമ്പോൾ ചായയുടെ മട്ട്, വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തൊലി, ഇതെല്ലാം അവിടെ കൂടി കിടക്കത്തില്ലേ? അതേപോലെ തന്നെ നമ്മുടെ സെൽ ആക്ടിവിറ്റീസ്, വേരിയസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് എപ്പോഴും ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുക, which result in the production of various byproducts and end products which are no longer required for the cell. സെല്ലിന് അതിനെ ആവശ്യമില്ല. And these end products or waste materials are to be eliminated from the body. Otherwise it is injurious to the body. സെൽ ആ ബോഡിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാൻ അടുത്ത ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ആ വേസ്റ്റ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം ബോഡിയിൽ നിന്ന്. അതല്ലെങ്കിൽ ബോഡിക്ക് അത് ടോളറേറ്റ്, അത് ബോഡിക്ക് ഇഞ്ചൂറിയസ് ആണ്. അപ്പോൾ അത് ദീസ് വേസ്റ്റ് മെറ്റീരിയൽസ് ആർ ടു ബി എലിമിനേറ്റഡ് ആൻഡ് ദിസ് പ്രോസസ് ബൈ വിച്ച് ദ വേസ്റ്റ് പ്രോഡക്ട്സ് ആർ എലിമിനേറ്റഡ് ഫ്രം ദ ബോഡി ഈസ് കോൾഡ് എക്സ്ക്രീഷൻ. ഇപ്പോൾ എക്സ്ക്രീഷൻ അത് വേസ്റ്റ് ആണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ മെയിൻ വേസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നതും carbon dioxide, water and nitrogenous waste materials. These are the main waste materials. Carbon dioxide elimination വേറെ റെസ്പിറേഷനിൽ പഠിക്കും. വാട്ടർ ഇവിടെ നമുക്ക് വരുന്നത് മെയിൻ ആയിട്ടുള്ള എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് എന്ന് പറയുന്നത് nitrogenous waste materials. These nitrogenous waste materials are to be eliminated from the body immediately അല്ലെങ്കിൽ soon after they are formed in the body. ബോഡിയിൽ ഉണ്ടായ ഉടനെ തന്നെ അതിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ബിക്കോസ് ദ ബോഡി കനോട്ട് ടോളറേറ്റ് ദീസ് ഇൻജൂറിയസ് വേസ്റ്റ് മെറ്റീരിയൽസ്. ആൻഡ് അത് പലതരത്തിലാണ് ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് ദ ആനിമൽസ് ലിവ്. ആൻഡ് ദർ ആർ 3 types of
nitrogenous waste materials, and based on the type of excretory waste materials, the excretions are to be classified into three. Number one, ammonotelic. In ammonotelic excretion, like ammonotelic animals, the nitrogenous waste materials are removed in the form of ammonia. This ammonia is highly toxic and the body cannot tolerate this ammonia. അപ്പോൾ ഈ അമോണിയ ഉണ്ടാക്കിയ ഉടനെ തന്നെ അത് ബോഡിയിൽ നിന്ന് കളയണം, അല്ലെങ്കിൽ അവർക്ക് പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. അമോണിയ ടോക്സിക് ആണ്. അപ്പോൾ അത് കാരണം ഇതിനെ പെട്ടെന്ന് അങ്ങ് എലിമിനേറ്റ് ചെയ്യണം. അപ്പം ബോഡിയിൽ ഉണ്ടായത് ഉടനെ തന്നെ ദിസ് അമോണിയ is eliminated by diffusion through the body through the cell membrane. സെൽ മെമ്പറൈനിൽ നിന്ന് വെളിയിലോട്ട് അങ്ങ് അലിയിപ്പിച്ച് കളയുക. അപ്പം അങ്ങനെ അലിയിപ്പിച്ച് കളയണമെങ്കിൽ വെളിയിൽ വാട്ടർ വേണം. ഇപ്പം എനിക്ക് എൻ്റെ ബോഡിയിൽ അമോണിയ ഉണ്ടായാൽ പെട്ടെന്ന് പോയി കുളിക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ നിങ്ങളുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, എൻ്റെ ബോഡിയിൽ ഇങ്ങനെ അമോണിയ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണെങ്കിൽ അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് വരണം, ബോഡിയിൽ അമോണിയ ഉണ്ടായെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അല്ലെങ്കിൽ അവിടെ നിൽക്കുക, ഞങ്ങളെ പഠിപ്പിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം. അപ്പോൾ എൻ്റെ ബോഡിയിൽ നിന്ന് ഞാനൊരു അമോണോട്ടലിക് ആനിമൽ ആണെങ്കിൽ എൻ്റെ ബോഡിയിൽ ഉണ്ടായ അമോണിയ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് പറ്റും? ഓൺലി അക്വാട്ടിക് ആനിമൽസ് ആർ respond to this type of excretion, that is ammonotelic excretion. And അവർക്കാണെങ്കിൽ തൊട്ട് വെളിയിൽ വാട്ടർ ഉണ്ട്. അപ്പോൾ ഈ ബോഡിയിൽ ഉണ്ടായ ഉടനെ തന്നെ this ammonia, they can diffuse this ammonia from the body into the water by diffusion. ഡിഫ്യൂഷൻ വഴി പെട്ടെന്ന് അങ്ങ് ഡിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ധാരാളം അക്വാട്ടിക് ആനിമൽസിനെ ഈ ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ പറ്റുന്നുള്ളൂ. അപ്പോൾ in ammonotelic animals, the excretion, the excretory waste materials, the nitrogenous waste materials are ammonia, and the excretion is by diffusion from the body into the surrounding water. അപ്പോൾ ഈ ammonotelic ആനിമൽസിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫിഷസും ടീലോസ്റ്റ് ഫിഷസും ഒക്കെയാണ്. അക്വാട്ടിക് ആനിമൽസ് ആണ് മെയിൻ ആയിട്ടും ammonotelic. നെക്സ്റ്റ് വരുന്നത് യൂറിയോടെലിക് ആണ്. യൂറിയോടെലിക്കില് ഇവിടെ അമോണിയാണ്. യൂറിയോടെലിക് ഇവിടെ എക്സാമ്പിൾ അക്വാട്ടിക് ആയിട്ടുള്ള ഫിഷസും ഒക്കെ വരും. ഈ യൂറിയോടെലിക്കിലാണെങ്കിൽ ദ യൂറിയ ഈസ് ലെസ് ടോക്സിക് ദാൻ അമോണിയ. യൂറിയോടെലിക്കില് യൂറിയയാണ് വരുന്നത്. ആൻഡ് ദിസ് യൂറിയ ഈസ് ലെസ് ടോക്സിക് ദാൻ അമോണിയ. അതുകൊണ്ട് ഇത് കുറച്ച് നേരമൊക്കെ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത്രയും വാട്ടറിന്റെ യൂട്ടിലൈസേഷൻ വേണ്ട. കുറച്ച് ബോഡിയിൽ നിന്ന് കുറച്ചും കൂടെ ലെസ് വാട്ടറിന്റെ റിക്വയർമെന്റേ ഉള്ളൂ യൂറിയയുടെ എക്സ്ക്രീഷന് വേണ്ടിയിട്ട്. ഇവര് നമ്മുടെ ഹ്യൂമൻ ബീയിങ് അങ്ങനത്തെ ആൾക്കാർ ഈ യൂറിയോടെലിക് ആനിമൽസ് ആണ്. യൂറിയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് യൂറിയോടെലിക് ആനിമൽസിൽ. ഇവിടെ nitrogenous waste material is in the form of urea and such animals are called. ഇവിടെ നമുക്ക് ടിപ്പിക്കൽ എക്സാമ്പിൾ ഹ്യൂമൻ ബീയിങ് എഴുതാൻ പറ്റും. Next, uricotelic animals. In uricotelic animals, the nitrogenous waste material is uric acid. ഇതിന് ഈ യൂറിക്കോടെലിക് ആനിമൽസിൽ മാക്സിമം വാട്ടർ കൺസർവേഷൻ ആവശ്യമുള്ള ടൈപ്പ് ഓഫ് ആനിമൽസ് ആണ് ദിസ് ടൈപ്പ് ഓഫ് നൈട്രോജൻ എക്സ്ക്രീഷൻ നടത്തുന്നത്. യൂറിക്കോടെലിക് ആനിമൽസ് ഇവിടെ they excrete their nitrogenous waste material in the form of uric acid. യൂറിക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ഈ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്നവര് ബേർഡ്സും റെപ്റ്റൈൽസ് ഒക്കെയാണ്. ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ് അവിടെ ആ യൂറിക് ആസിഡ് ഈസ് ഇൻസോൾബിൾ ഇൻ വാട്ടർ. വെള്ളം കൊടുത്താൽ പോലും അവർക്ക് അത് വേണ്ട, ഇൻസോൾബിൾ ഇൻ വാട്ടർ ആണ്. അവർ ക്രിസ്റ്റൽ ഫോമിലാണ് അത് എക്സ്ക്രീഷൻ നടത്തുന്നത്. ഇപ്പം നിങ്ങൾ കോഴിക്കാഷ്ടം കണ്ടിട്ടുണ്ട്. കോഴിക്കാഷ്ടം എന്ന് പറയാൻ നേരത്ത് അതിനകത്ത് എന്തുവാ, കുറച്ച് വെള്ള കളറില് കോഴിക്കാഷ്ടത്തിനകത്ത് കുറച്ച് ഭാഗം വെള്ള കളറിലേക്ക്, അത് യൂറിക് ആസിഡ് ആണ്. അതിന്റെ എക്സ്ക്രീഷന് വാട്ടർ വേണ്ട. അത് ബോഡിയിൽ നിന്ന് അങ്ങനെ എന്താ പറയുന്നത് നമ്മുടെ ഫീക്കൽ മാറ്റർ പോലെ അതങ്ങടെ അങ്ങനെ പോയിക്കോളും. അതുപോലെ എക്സാമ്പിൾ ബേർഡ്സും
റെപ്റ്റൈൽസ് ഒക്കെ ഇപ്പം പല്ലിക്കഷ്ടം കണ്ടിട്ടുണ്ടോ? പല്ലിക്കഷ്ടം ഒരു ഗോപി കൊട്ട് പോലെ ഇരിക്കും. അതിന്റെ താഴെയായിട്ട് ഒരു മുത്തുമണി പോലത്തെ സാധനമില്ലേ, ആ താഴെ ആ വെള്ള കളറിലെ മുത്തുമണി പോലത്തെ യൂറിക് ആസിഡ് ആണ്. അതിന്റെ ആ യൂറിക് ആസിഡ് എക്സ്ക്രീഷന് വാട്ടറിന്റെ ആവശ്യമില്ല. ഇപ്പൊ ബേർഡ്സ് നൈട്രോജീനസ് വേസ്റ്റ് മെറ്റീരിയലിന്റെ എക്സ്ക്രീഷന് വാട്ടർ വേണമെങ്കിൽ അവര് പറന്നു പോകാൻ നേരത്ത് അവരുടെ ബോഡിക്കകത്ത് യൂറിൻ ഇങ്ങനെ ഫോം ചെയ്യുകയാണ്. ആ യൂറിൻ താങ്ങി പിടിച്ചുകൊണ്ട് വേണം അവർ പറന്നു പോകാനുണ്ട്. അപ്പൊ അവർക്ക് അത് നടക്കത്തില്ല. പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം മാത്രമേ അവർ എടുക്കുകയുള്ളൂ. അപ്പൊ ആ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ളൊരു മെക്കാനിസമാണ് യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ. യൂറിക് ആസിഡ് എക്സ്ക്രീഷന്റെ സമയത്ത് അത് മിനിമം വാട്ടർ യൂസ് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. മാക്സിമം വാട്ടർ കൺസർവേഷൻ വേണ്ടി വരുന്ന ആനിമൽസ് ലൈക്ക് ബേർഡ്സ് ഒക്കെ റെസ്പോണ്ട് ടു ദിസ് ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ ദാറ്റ് ഇസ് കോൾഡ് യൂറിക്കോടെലിക് animals. അപ്പോൾ the main item nitrogen excretion in the form of 3 ammonotelic, uricotelic and ureotelic. In ammonotelic, the excreted nitrogenous waste material is ammonia, and mainly the fishes and aquatic animals are ammonotelic. Ureotelic, the excretory products are urea. Human being and terrestrial animals mainly are ureotelic and urea. It is less toxic than ammonia. It is immediate expulsion വേണം ബോഡിയിൽ. മെയിൻ ആയിട്ടും അമോണിയ എക്സ്ക്രീഷൻ by diffusion from the body into the surrounding water, and hence only aquatic animals. Urea ആണ് less toxic than ammonia ആണ്. കുറച്ച് less water is required. There is no water is required in the case of uric acid. Uricotelic birdsum reptiles ആണ്. ഇപ്പൊ നിങ്ങൾ പല്ലിയുടെ കാഷ്ടം കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഇരിക്കും പല്ലിക്കാഷ്ടം. ഇതിന് ഈ വെളുത്ത സ്ഥലമാണ് എന്തുവാ പറയുന്നത്, യൂറിക് ആസിഡ്. ആ യൂറിക് ആസിഡ് അതിന്റെ പല്ലിക്കാഷ്ടത്തിനോടൊപ്പം താഴെ വരിക. വെള്ളവും ഒന്നും വേണ്ട, ഇൻസോളബിൾ യൂറിക് ആസിഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മെയിനായിട്ട് 3 തരത്തിലാണ്: അമോണോട്ടലിക്, യൂറിയോട്ടലിക് ആൻഡ് യൂറിക്കോട്ടലിക്. യൂറിക് ആസിഡ്, യൂറിയ, അമോണിയ. ഇതാണ് highly soluble ആണ്. More water is required. Only aquatic, less water is required. No water is required. ഫസ്റ്റ് പാർട്ട് നമ്മൾ എക്സ്ക്രീഷൻ പറഞ്ഞു, അമോണോട്ടലിക്, യൂറിയോട്ടലിക് ആൻഡ് യൂറിക്കോട്ടലിക്. ഇനി ഹ്യൂമൻ ബീയിങ്ങിന്റെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്, എക്സ്ക്രീറ്ററി ഓർഗൻ നമുക്ക് നോക്കാം. എന്താ ഹ്യൂമൻ ബീയിങ്ങിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ? Nitrogenous waste material expulsion is done by kidney. Kidneys are a pair of large bean-shaped dark brown colored structure situated in the lumbar region on either side of the vertebral column. On either side of the vertebral column in the lumbar region. ഈ മുതുക് സൈഡിൽ, നട്ടലിന്റെ അപ്പുറവും ഇപ്പുറവും വരയ്ക്കട്ടെ. In the abdominal cavity. Abdominal cavity is this cavity. The body cavity is divided into upper thoracic cavity and lower abdominal cavity by a partition called a diaphragm. ഡയഫ്രത്തിന്റെ താഴെയുള്ളത് അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് അകത്താണ് കിഡ്നി ഇരിക്കുന്നത്. പക്ഷെ ബാക്കില് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം ഇൻ ദ ലംബാർ റീജിയൻ. The outer surface of the kidney is convex. Outer surface of the kidney is convex. And the inner surface is concave, bean-shaped concave. And on the inner surface, കശുവണ്ടിക്ക് ഒരു കുനുപ്പില്ലേ, ചെറിയൊരു കുനുപ്പ്. അതേപോലെ on the inner surface there is a depression called hilus. പയറുമണിയുടെ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാം, അതിൽ കൂടെയാണ് മുള വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഡിപ്രഷൻ ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ഹൈലസ്, ത്രൂ വിച്ച് ദ റീനൽ ആർട്ടറി enters into the kidney and the renal vein emerges out.
ഇതിൽ കൂടെയാണ് റീനൽ അകത്തോട്ടും പുറത്തോട്ടും ഉള്ള വാതിൽ ഇവിടെയാണ് കേട്ടോ. കോൺവെക്സ്, കോൺകേവ്, ഡിപ്രഷൻ കോൾഡ് ഹൈലസ്. കളർ എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗൺ ആണ്. ഷേപ്പ് ബീൻ ഷേപ്ഡ് ആണ്. പൊസിഷൻ ബാക്കില് ലംബാർ റീജിയൻ ഓൺ either സൈഡ് ഓഫ് ദ vertebral column. Emerging from the kidney, there is a pair of thin-walled, narrow tube called ureters. And these ureters open into a thin-walled but muscular sac-like structure called urinary bladder. This urinary bladder leads into a tube-like structure called urethra. Urethra. The opening of the urinary bladder into the urethra, at the junction there is a specialized muscle called sphincter muscles by which the opening and closing is effected. യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ മാത്രം അതിന് റിലാക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഫില്ലാകും, അത് പറഞ്ഞുതരാം ഇന്നത്തെ ക്ലാസ്സിൽ. ആൻഡ് യൂറിത്ര, സ്പിഞ്ചർ മസിൽസ്, യൂറിനറി ബ്ലാഡർ, യൂറിറ്റസ്, കിഡ്നി, ബീൻ ഷേപ്ഡ്, ഹൈലസ്. പൊസിഷൻ, കളർ, സ്ട്രക്ചർ, കിഡ്നീഷ്യൻ. ഇത് നമ്മളൊരു സെക്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ the outer region is very dark colored. The outer region is darker in color and this region is called the cortex. Whereas the inner region is light red in color and this portion is called the medulla. And this medulla consists of certain conical projections and they are called renal pyramids. This conical projection is present in the medulla is called renal pyramids. And this is the ureter. This is the ureter. Ureter enters into the kidney. Kidney this expands and the tip is called certain cup-like structures. The ureter enters into the kidney and expands into the ureter enters into the kidney, expands to form a funnel-like structure called pelvis. And the pelvis expands into certain cup-like structures called renal calyces. Calyx singular, calyces plural. ചെറിയ കപ്പ് മാതിരിയിരിക്കും. എന്തുവാ പെൽവിസിന്റെ അറ്റം ഉണ്ടല്ലോ, ഇങ്ങനെ കപ്പ് മാതിരിയിരിക്കും. They are called renal calyces. ആ കപ്പിന്റെ അകത്തോട്ട് ചെന്നിട്ട് ആ റീനൽ പിരമിഡ്സ് ഇരിക്കുക. ഈ കറുപ്പിച്ച് കാണിച്ചിരിക്കുന്ന റീനൽ പിരമിഡ്സ് കപ്പ് പോലെ ഇരിക്കുന്ന റീനൽ കാലിസിസ്, മെഡുല, കോർട്ടെക്സ്, യൂറിറ്റർ.